കാമുകനും കുടുംബവും മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതിനെ തുടർന്ന് കോതമംഗലത്തെ പെൺകുട്ടി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ. പ്രതി റമീസിനും കുടുംബത്തിനുമെതിരെ മതപരിവർത്തനത്തിനുള്ള വകുപ്പുകൾ ചുമത്താൻ പോലീസ് ഇതുവരെ തയ്യാറായിട്ടില്ല. നിർബന്ധിത മതപരിവർത്തനം തടയാൻ നിയമനിർമ്മാണം നടത്തണമെന്നും പെൺകുട്ടിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം ശശികല ടീച്ചർ പറഞ്ഞു. സുവിൻ കെ തോമസ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കാമുകനും കുടുംബവും മതപരിവർത്തനത്തിന് നിർബന്ധിച്ചതിന് പിന്നാലെ ആത്മഹത്യ ചെയ്ത കോതമംഗലത്തെ 23-കാരിയുടെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷം ഹിന്ദു ഐക്യവേദി മുഖ്യ രക്ഷാധികാരി കെ.പി. ശശികല ടീച്ചർ ജനം ടിവിയോടൊപ്പം ചേരുകയാണ്. ടീച്ചറെ, നിലവിൽ ഇപ്പോൾ ഈ കുടുംബവുമായി സംസാരിച്ച് അവർ ഏതവസ്ഥയിലാണ്? കാരണം ആ കുട്ടി കൃത്യമായി കാര്യങ്ങൾ എഴുതി വെച്ചിരുന്നു, ആത്മഹത്യാക്കുറിപ്പ്. അതിനനുസരിച്ച് അല്ല കേസെടുത്തത് എന്നതിൽ അവർക്ക് ഇപ്പോഴും വളരെ വലിയ വിഷമമുണ്ട്. അവരിപ്പോഴും പറയുന്നത് കാരണം കുട്ടിയെ തിരിച്ചു കിട്ടില്ല. പക്ഷേ ഇനിയൊരു അമ്മയോ അല്ലെങ്കിൽ ഇനിയൊരു സഹോദരനോ ഇതുപോലെ ബുദ്ധിമുട്ടരുത്. അതുകൊണ്ട് ഇതിലൊരു തീരുമാനമാകണം. വളരെ കൃത്യമായിട്ട് തന്നെ മതം മാറ്റാൻ പരിശ്രമിച്ചു എന്നും തന്നെ കൊണ്ടുപോയി പൂട്ടിയിട്ട് ഈ കുട്ടിയുടെ ഈ യുവാവിൻ്റെ മാതാപിതാക്കളും സുഹൃത്തും അടക്കം പൂട്ടിയിട്ട് മർദ്ദിച്ചു എന്നും ആ കുട്ടി എഴുതി വെച്ചു. നമ്മൾ സാധാരണ ഒരു കുട്ടികൾ പാഠപുസ്തകത്തിൻ്റെ നോട്ട് എഴുതുന്ന പോലെ അല്ലല്ലോ ആത്മഹത്യാക്കുറിപ്പ് എന്ന് പറഞ്ഞാൽ. അതിന് അതിൻ്റേതായ ഒരു മാനമില്ലേ, അതിൻ്റേതായ ഒരു തലമില്ലേ. പക്ഷെ എന്തുകൊണ്ടോ അതിപ്പോഴും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അതിലവർക്ക് വളരെ വിഷമമുണ്ട്. ആ വകുപ്പ് ഇപ്പോഴും ചാർത്തിയിട്ടില്ല എന്നതിൽ വളരെ വിഷമമുണ്ട്. അതിൽ എന്ത് അന്വേഷണമാണ് ഇവർ നടത്താൻ പോണത്? ഈ കുട്ടി എഴുതിയതിൽ മാത്രമല്ല, ഈ കുട്ടിയുടെ സുഹൃത്ത് അതിന് കൃത്യമായി മൊഴി കൊടുത്തു. കാരണം അവളെ അവിടെ വെച്ച് പൂട്ടിയിട്ട സ്ഥലത്ത് വെച്ച് വിളിച്ചതാണ്. ആ കൂട്ടുകാരി കൊടുത്ത മൊഴിക്കും വിലയില്ല, എഴുതിയ ആത്മഹത്യാക്കുറിപ്പിനും വിലയില്ല. അപ്പോൾ കേരളത്തിൽ എന്താണ് നടക്കുന്നത്? നിയമ സംവിധാനം പാടെ തകരാറായി എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണിത്. ഈ ഒരു മരണവും ലവ് ജിഹാദ് മൂലമല്ല, അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനം നടന്നിട്ടില്ല എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു സർക്കാരിൻ്റെ ശ്രമമാണ് ഇത്തരം വകുപ്പുകൾ ചുമത്താത്തതിലുള്ളത് എന്നുള്ളൊരു സംശയം ഇപ്പോൾ ഉണ്ടോ? തീർച്ചയായും. കാരണം നമുക്കിതുമായി ബന്ധപ്പെട്ടതെല്ലാം നോക്കിയാൽ ഈ നാടകം മനസ്സിലാവും. ലവ് ജിഹാദ് എന്നൊരു സംഘടനയില്ല, നമുക്കെല്ലാം അറിയാം. നമ്മളിതൊരു പ്രതിഭാസത്തെ പറ്റിയാണ് പറയണത്. പക്ഷേ ഇതിൻ്റെ അന്വേഷണം എത്തുമ്പോൾ പറയണം അങ്ങനെ ഒരു സംഘടനയില്ല, ഞങ്ങൾ കണ്ടില്ല, അല്ലെങ്കിൽ അത്തരം കേസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല, ഇതൊക്കെയാണ് പറഞ്ഞത്. അപ്പം അത്തരം കേസ് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് ഇനിയും നിയമസഭയെയും പാർലമെൻറ്റിനെയും ഒക്കെ കബളിപ്പിക്കണമെങ്കിൽ ഇങ്ങനെ വരുന്ന കേസുകളൊന്നും അതല്ല എന്ന് വരുത്തി തീർക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ കൊട്ടാരക്കരയിലാണെങ്കിലും കണ്ടു, ഇവിടെയാണെങ്കിലും കണ്ടു, അല്ലെങ്കിൽ ഇതുപോലെ 100 കണക്കിന് കേസുകളിൽ നിർബന്ധിത മതപരിവർത്തനം വന്നിട്ടും അതിനെപ്പറ്റി ഒരു വാക്ക് പോലും കേസിൽ സൂചനയുണ്ടാവില്ല. കാരണം അങ്ങനെ സൂചന വന്നാൽ അത് നാളേക്കൊരു തെളിവായി ഇവിടെ തരത്തിൽ നടക്കുന്നുണ്ട് എന്നുള്ളത്. അപ്പോൾ റിയൽ കേരള സ്റ്റോറി പുറത്ത് കേരളം വിട്ട് എവിടെ അറിയരുത് എന്നുള്ളൊരു വാശി, ആ വാശി ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ വാശി, ഇവിടുത്തെ മൗലികവാദികളുടെ വാശി, അതിന് ആഭ്യന്തര വകുപ്പും കൂട്ടുനിൽക്കുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. നിലവിൽ നിർബന്ധിത മതപരിവർത്തനം അത് നടക്കുന്നു എന്നുള്ളത് വസ്തുതയാണ്. ഇതിനെതിരെ എന്ത് നടപടി സ്വീകരിക്കണം എന്നുള്ളൊരു ആവശ്യമാണ് നിലവിൽ ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുമ്പോട്ട് വയ്ക്കുന്നത്. ഇത് നമ്മളൊരു പരിഷ്കൃത സമൂഹമാണ്, നിയമം നടപ്പിൽ അല്ലെങ്കിൽ നിയമ സംവിധാനമുള്ള നിയമവാഴ്ചയുള്ളൊരു നാടാണ്. അപ്പോൾ ഈ നിർബന്ധിത പരിവർത്തനത്തിന് ജനങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലല്ലോ ഇവരാരും ഉദ്ദേശിക്കുന്നത്. നിയമപരമായ പരിഹാരമല്ലേ വേണ്ടത്. അപ്പോൾ ആ നിയമപരമായ പരിഹാരത്തിനാണ് നിയമം മൂലം നിരോധിക്കണം. ഇവിടെ ഈ ലവ് ജിഹാദ് പോലുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഇതുപോലുള്ള നിർബന്ധിത മതപരിവർത്തനം അത് നിയമം മൂലം നിരോധിക്കുക തന്നെ വേണം. പ്രത്യേകിച്ച് വിവാഹം പോലുള്ള കാര്യങ്ങളിൽ നടക്കുന്ന മതപരിവർത്തനം നമുക്ക് നിയമം ഉണ്ടാക്കാൻ എന്താ ബുദ്ധിമുട്ട്? ഇപ്പോൾ നമുക്കറിയാം, സാധാരണ ഒരു ആത്മഹത്യയോ മരണമോ പോലും അല്ല, വിവാഹം കഴിഞ്ഞ് അധിക നാളുകൾ കഴിയാതെ ഒരു വധു മരിച്ചിട്ടുണ്ടെങ്കിൽ അതിന് അതിൻ്റേതായ നിയമ സംവിധാനം ഉണ്ടാക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ലേ? അപ്പോൾ ഇതുപോലെ വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന മതമാറ്റത്തെ നിയന്ത്രിക്കാൻ നിയമം ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരല്പം മനസ്സ് വേണമെന്ന് മാത്രമേ ഉള്ളൂ. മനസ്സുണ്ടെങ്കിൽ മാർഗമുണ്ട്. പക്ഷേ മതമൗലികവാദികളെ ഭയന്നോ അല്ലെങ്കിൽ അവരുടെ അടിമയായോ ജീവിക്കുന്ന ഒരു ഭരണകൂടത്തിൽ നിന്ന് ഇപ്പോൾ അത് സാധ്യമല്ല എന്നുള്ളതാണ് വാസ്തവം. മറ്റേതെങ്കിലും തരത്തിലുള്ള സംഘടനകൾ ഇത്തരം ഈ ഒരു മതപരിവർത്തനത്തിന് പിന്നിലുണ്ട് എന്ന് സംശയിക്കുന്നുണ്ടോ? തീർച്ചയായും. നിരോധിക്കപ്പെട്ട PFI മറ്റു പല പേരുകളിൽ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ ഏതൊക്കെ പേരിലാണെന്ന് പറഞ്ഞാൽ നിത്യേന എന്നോണം പേരുകൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്തിൻ്റെ ഏതൊക്കെ കോണിൽ ഇസ്ലാമിക മൗലികവാദ സംഘടനകളുണ്ടോ അതിൻ്റെയൊക്കെ പ്രാദേശിക വിഭാഗങ്ങൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നത് നഗ്നമായ സത്യമാണ്. ഇനി മാത്രമല്ല, നമ്മളെ അമ്പരിപ്പിക്കുന്ന അല്ലെങ്കിൽ വിഷമിപ്പിക്കുന്ന ഒരു വസ്തുത, അത്തരം സംഘടനകൾ മാത്രം അത് ചെയ്യുന്നു എന്ന് നമുക്ക് പറയാൻ വയ്യ. ആ സംഘടനകൾക്ക് മൗനാനുവാദം പൗരോഹിത്യത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ അവർ എതിർക്കേണ്ടതാണ് ഇത്തരത്തിലുള്ള വിവാഹം. ഇപ്പം ഇങ്ങനെ ഒരു മതമാറ്റ ശ്രമം നടന്നു അല്ലെങ്കിൽ പൂട്ടിയിടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് അവർക്ക് അവിടെ മഹലുണ്ടാകും. ഇപ്പം ഈ യുവാവിന് അവിടെ മഹലുണ്ട്, അല്ലെ, അവർ പോകുന്ന പള്ളിയുണ്ട്. അവരാരെങ്കിലും ഇതിൽ പ്രതികരിച്ചു ഇത് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ അവർ ചെയ്തത് അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞാൽ മേലിൽ പള്ളി വരരുത് എന്നാണല്ലോ പിന്നെ പറയേണ്ടത്. അങ്ങനെ ഒരു അപ്പോൾ മൗനാനുവാദം എല്ലാവരുടെയും ഉണ്ട്. ഈ ചില സംഘടനകൾ ഇതിൻ്റെ മുന്നണി പോരാളികളായി നിൽക്കുന്നു. പക്ഷേ പിന്നിൽ നിന്ന് കിട്ടേണ്ടുന്ന സപ്പോർട്ട് അത് മതപൗരോഹിത്യത്തിൻ്റെയും മതസംഘടനകളുടെയും ഭാഗത്തു നിന്ന് നിർലോഭം കിട്ടുന്നുണ്ട്.
അത്തരത്തിൽ ഈ നിർബന്ധിത മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു കൃത്യമായ നിയമനിർമ്മാണം വേണം എന്നുള്ളത് തന്നെയാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നത്. ഗോപകുമാറിനൊപ്പം സുബിൻ തോമസ്, ജനം, ഇടുക്കി.